BJPക്ക് പല മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയാനാണെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നേറ്റം മാത്രമല്ല ജയിക്കുന്ന ഒരു സ്ഥിതിയിൽ തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇതെൻ്റെ അഭിപ്രായമല്ല, ഞാൻ സംസാരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം. തിരുവനന്തപുരത്ത് വളരെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട്ട്, ഈ മണ്ഡലങ്ങളിലൊക്കെ ഞാൻ മലബാർ ഏരിയയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ അങ്ങോട്ട് പോകാനിരിക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ നല്ല ശതമാനം BJPയുടെ ശതമാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സാധ്യതകൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഈ കേരളത്തിനുള്ളത് CPM-ഉം UDF-ഉം ഒക്കെ ഒരു ഇന്ത്യ മുന്നണിയാണല്ലോ. ഈ കേരളത്തിനകത്തെ ഈ ലോക്സഭാ ഇലക്ഷനിൽ ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തൃശ്ശൂരിലടക്കം ആര് തമ്മിൽ? UDF-ഉം LDF-ഉം തമ്മിൽ ഒരു ധാരണ? അല്ല, തീർച്ചയായിട്ടും ഇവർ മനുഷ്യരെ മണ്ടന്മാരാക്കുകയല്ലേ. ഇവർ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു. പക്ഷേ കേരളത്തിന് പുറത്ത് അപ്പുറത്ത് കോയമ്പത്തൂർ ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ, പാലക്കാട് ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നു. ഇവരൊന്നാണ്. ഇന്നലെ എല്ലാ പത്രത്തിലും വന്നാണ് കോയമ്പത്തൂരിലെ ഇവരുടെ കൺവെൻഷനിൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും DMKയുടെ എല്ലാം കൂടെ പതാക ഒരുമിച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ മലയാളികളെ വിഡ്ഢികളാക്കുക, വോട്ടർമാരെ വിഡ്ഢികളാക്കുക. നിങ്ങളൊന്നാണെങ്കിൽ നിങ്ങളൊന്നാണെന്ന് കേരളത്തിലും പറ. നിങ്ങൾ എന്തിനാണ് ഈ ശത്രുത ഉണ്ടാക്കുന്നത്? നമ്മൾ ഇന്ത്യയിൽ മാറ്റം വരുത്താൻ പറ്റിയ ഏക പാർട്ടി BJP ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഇന്നലെയാണെങ്കിൽ ന്യൂസ് വീക്കിൻ്റെ കവർ സ്റ്റോറി, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു മാസിക, അതിൻ്റെ കവർ സ്റ്റോറി തന്നെ മോദിയാണ് അതിൻ്റെ കവറിലിരിക്കുന്നത്. സാധാരണ പാശ്ചാത്യ രാജ്യങ്ങളിലെ മീഡിയ ഒന്നും മോദിയെ പ്രശംസിക്കുന്നതല്ല. പക്ഷേ ഈ ഇഷ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് മോദി വലിയ അത്ഭുതങ്ങൾ ഇന്ത്യയിൽ കാണിച്ചു. ഈ സാമ്പത്തിക മാന്ദ്യമുണ്ടാകുന്ന ഈ സമയത്തും ഇന്ത്യ ഏറ്റവും വളർച്ചയുള്ള വലിയ സാമ്പത്തിക ശക്തിയായി മാറി. 7% വളർച്ച കഴിഞ്ഞ വർഷം ഉണ്ടാകും. ഈ ഏപ്രിൽ 1 തീയതി മുതൽ തുടങ്ങുന്ന ഈ വർഷത്തിലും നമ്മൾ ലോകത്തിലെ ഏറ്റവും പെട്ടെന്ന് വളരുന്ന സാമ്പത്തിക ശാസ്ത്രമായിട്ട് തുടരും. നമ്മൾ ഏതാണ്ട് 5-6% കൂടുതൽ 2024-25 വളരുമെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മെച്ചമാണ്. ഇപ്പോൾ ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ വിലക്കയറ്റം വെറും 4.5% മാത്രമേ ഉള്ളൂ. 4.5%. ഈ പ്രതിപക്ഷമൊക്കെ പറയുന്ന പ്രധാന ഒരു വിഷയം വിലക്കയറ്റമാണല്ലോ. പക്ഷേ വിലക്കയറ്റം കഴിഞ്ഞ 10 വർഷമായിട്ട് 5%, 5.5% അത്രയ്ക്ക് ഉള്ളൂ. അതിൽ കൂടുതൽ വിലക്കയറ്റം ഈ 10 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. കുറവാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ 10 വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 10% വിലക്കയറ്റം. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ വിലക്കയറ്റം കുറവാണ്. ഇനിയും കുറയും എന്നാണ്, നമുക്ക് ഏതാണ്ട് 4% താഴെ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും നമ്മുടെ പലിശ നിരക്കൊക്കെ ഇച്ചിരി കൂടിയിരിക്കുന്നത്. അതൊക്കെ ഈ വിലക്കയറ്റം കുറയുമ്പോൾ 4% കുറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൊണ്ട് വരും. പിന്നെ നമ്മുടെ അടിസ്ഥാനം എടുക്കുകയാണെങ്കിൽ വളർച്ച, ഞാൻ പറഞ്ഞ കണക്ക് കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിലെ വളർച്ച 8% കൂടുതലായിരുന്നു. ഏതാണ്ട് 8% അത് നമ്മൾ ഈ വർഷത്തിലെ മൊത്തം എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ എടുക്കുകയാണെങ്കിൽ 7% കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏതാണ്ട് $680 ബില്യൺ നമുക്ക് വിദേശ നാണ്യം നമ്മുടെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. പിന്നെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അത് 1% കുറഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.4% മാത്രമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ റവന്യൂ കമ്മി, ബഡ്ജറ്റ് കമ്മി എന്ന് പറയാം. റവന്യൂ കമ്മിയല്ല, ബഡ്ജറ്റ് കമ്മി. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യം ഇന്ത്യയാണെന്ന് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുരോഗതിയിലേക്കാണ്. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഇവിടെ റംസാൻ ഫാസ്റ്റ് ഡേയിൽ സൗദി അറേബ്യ, ദുബായിലെ എല്ലാ അറബി നേതാക്കന്മാരും നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ വിരുന്നിൽ പങ്കെടുത്തു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ നിലയിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന ഒരു രാഷ്ട്രമാണ്, എല്ലാവർക്കും വേണ്ടി ഭരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നൊക്കെ ലോകത്തിലെല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചില ആൾക്കാരൊക്കെ ശബ്ദമുണ്ടാക്കുന്നുണ്ട്, നമുക്കിനിയും മോദി സർക്കാർ
ലോക ചരിത്രത്തിൽ ആര് ചെയ്തതിനേക്കാളും കൂടുതൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ അത് കണക്ക് പറയുകയാണെങ്കിൽ സമയമെടുക്കും. പലരും പറയുന്നുണ്ട്, കോൺഗ്രസ്സൊക്കെ പറയുമായിരുന്നു മോദി സർക്കാർ കാശുകാർക്ക് വേണ്ടിയുള്ള സർക്കാരാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കണക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാണുന്നത് എന്താ? മോദി സർക്കാർ ചെലവിട്ട പൈസയുടെ 75% പൈസയും നമ്മൾ മുടക്കിയിരിക്കുന്ന പാവങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. വീട്, നമ്മുടെ ആരോഗ്യ മേഖല, ആയുഷ്മാൻ ഭാരത്, പാചകവാതകങ്ങൾ കൊടുക്കുന്നത്, 46 കോടി ജൻധൻ അക്കൗണ്ടിലേക്ക് 34 ലക്ഷം രൂപ എത്തിച്ചു. നമ്മുടെ ഹൈവേയുടെ പണി വെറും 11 കിലോമീറ്റർ മാത്രം ഒരു ദിവസം നടന്നുകൊണ്ട ഹൈവേ നമ്മളത് 36 കിലോമീറ്ററാക്കി. അങ്ങനെ നമുക്ക് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഞാനൊരു പുസ്തകം തന്നെ ഇറക്കിയത് ഇതിനെപ്പറ്റി, ആക്സലറേറ്റിംഗ് ഇന്ത്യ, മൊത്തം കണക്ക് വെച്ചുകൊണ്ട്. അപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ്. പക്ഷേ മോദിയുടെ വേറൊരു പോളിസി ഉണ്ട്, ഇവിടെ വ്യവസായം വരണം. വ്യവസായം വന്നെങ്കിൽ മാത്രമേ ഇവിടെ ജോലി നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. സർക്കാരിന് അധികം ജോലി സൃഷ്ടിക്കാൻ പറ്റില്ല, അത് ചെയ്യേണ്ട പ്രൈവറ്റ് സെക്ടറാണ്. അതുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാനുള്ള അന്തരീക്ഷം നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരെല്ലാം ചെയ്യും, സർക്കാർ വ്യവസായം തുടങ്ങും. ഇതൊന്നും അല്ല മോദിയുടെ പോളിസി. ഇവിടെ വ്യവസായം വരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കും. അതിനകത്ത് വ്യവസായികൾ വേണം, കാശുകാർ വേണം എന്നും വിശ്വസിക്കുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്ത കാര്യം എന്താ? പാവങ്ങൾക്ക് ഒരിക്കലും പട്ടിണി കിടക്കരുത്, അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ 80 കോടി ആൾക്കാർക്ക് വർഷങ്ങളായിട്ട് നമ്മൾ സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു. നമ്മുടെ അടുത്ത 5 വർഷം കൂടെ ഭക്ഷണം കൊടുക്കുമെന്ന് പറയുന്നു. ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആയുഷ്മാനിൽ നമ്മളെ പൈപ്പിൽ കൂടി കുടിക്കാനുള്ള വെള്ളം എത്തിച്ചിരിക്കുന്നു. ഇനിയും ധാരാളം കാര്യങ്ങൾ നടക്കാനുണ്ട്. അത് നടത്താൻ വേണ്ടി തീർച്ചയായിട്ടും മോദി അധികാരത്തിൽ വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും മോദി അധികാരത്തിൽ വരും. അപ്പോൾ നമ്മൾ കേരളം പിന്നിലാകണോ? ആകരുത്. പിന്നിലാകരുതെങ്കിൽ നമ്മുടെ ശബ്ദം കേന്ദ്രത്തിൽ ഉണ്ടാകണം. പ്രൈം മിനിസ്റ്ററോട് നേരെ പറയാൻ കഴിവുള്ള ഒരാൾ അവിടെ MP ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആവുള്ളൂ. നിങ്ങളൊരാളെ ഇവിടുന്ന് തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും. വലിയ അത്ഭുതങ്ങൾ നമ്മൾ തൃശ്ശൂരും കേരളത്തിലും ചെയ്യാൻ സാധിക്കും. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ കരിവെള്ളൂർ സാധാരണ ബാങ്കിലെ ഈ ഒരു നിക്ഷേപനം വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആദായ നികുതി വകുപ്പ് അടക്കം ചോദ്യം ചെയ്തു, ED ചോദ്യം ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്നുള്ള ഒരു ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. ഇവിടുത്തെ കരിവെള്ളൂർ ബാങ്ക് മാത്രമല്ല, ഇവിടുത്തെ സഹകരണ ബാങ്കിലെല്ലാം നടക്കുന്നതെല്ലാം കൊള്ളയല്ലേ? എല്ലാ ബാങ്കിലും നടക്കുന്ന കൊള്ളയല്ലേ? ഈ ബാങ്കുകൾ മുഴുവൻ ഇവർ പിടിച്ചെടുത്തിട്ട് ചെയ്യുന്നത് എന്താ? വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുക, വ്യാജ ലോണുകൾ കൊടുക്കുക, അതെല്ലാം തിരിച്ച് പാർട്ടിയിലേക്ക് വരുന്നു, വ്യക്തികളിലേക്ക് വരുന്നു. ഇതൊക്കെ വളരെ ക്ലിയർ. അപ്പോൾ എന്നോട് പറഞ്ഞു ചോദിക്കാറുണ്ട്, ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ ED കൊണ്ടും പോലീസിനെ കൊണ്ടുമൊക്കെ നടപടി എടുപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു ക്രൈം, ഒരു കുറ്റമുണ്ടായാൽ ആ കുറ്റം ചെയ്യുന്ന പ്രതിയെ പിടിക്കാനായിട്ട് ഇലക്ഷൻ തീരുന്നവർ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നിവിടെ ഒരു ക്രൈം ഉണ്ടായാൽ, ഒരു കുറ്റമുണ്ടായാൽ, ഒരു കൊലപാതകം ഉണ്ടായാൽ നമ്മൾ ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തിരിക്കുകയില്ല. നമ്മൾ ആ പ്രതിയെ പിടിക്കണം. ഇന്ന് പിടിച്ചാൽ നല്ല കാര്യം. അതുകൊണ്ട് EDയും നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ ഇലക്ഷൻ വന്നതുകൊണ്ട് നമ്മുടെ അന്വേഷണം നിർത്താൻ പോകുന്നില്ല. അത് ആരാണെങ്കിലും അന്വേഷണം തുടരും. അവരെയൊക്കെ പിടിക്കും, തീർച്ചയായിട്ടും പിടിക്കും. ഇപ്പം മോദി തന്നെ അടുത്ത 5 വർഷത്തേക്ക് അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാതാക്കുക. ഇന്നും ഇന്ത്യയിൽ അഴിമതിയുണ്ട്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഡൽഹിയിലാണെങ്കിൽ തന്നെയും മിക്കവാറും കാര്യങ്ങൾ നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ മുഖാന്തരമാണ്. അവിടെയൊക്കെ ധാരാളം അഴിമതി നടക്കുന്നുണ്ട്. അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അടുത്ത 5 വർഷത്തേക്ക് എന്നാണ് എൻ്റെ തോന്നൽ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ നേരുന്നു. തൃശ്ശൂർ പൂരം എല്ലാവരും ആഘോഷിച്ച് സന്തോഷിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. താങ്ക് യു. തോന്നുന്നത് സുരേഷ് ഗോപി ഒരു വികാരമായി മാറി. അദ്ദേഹം ജയിക്കണം. അദ്ദേഹം ജയിച്ചാൽ തൃശ്ശൂരിന് അത് നല്ലതാണ് എന്നതാണ് മൊത്തത്തിലുള്ള ഒരു ജനത്തിൻ്റെ ചിന്ത. അതൊരു വികാരമായി മാറിക്കഴിഞ്ഞു. അത് പാർട്ടിയുടെ അപ്പുറത്ത് BJPക്കാർ മാത്രമല്ല, അതിനപ്പുറത്ത് ചിന്തിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം ഒരു MP ആയാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാവും. ഒരു കേന്ദ്രമന്ത്രിയായാൽ
നമ്മൾ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരിനും കേരളത്തിനും ഒക്കെ വളരെ നല്ലതാണ് എന്നൊരു തോന്നലാണ് ഞാൻ സംസാരിച്ച എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞ മോണക്ക് ഞാൻ സംസാരിച്ച ആൾക്കാർ മിക്കവാറും പേര് BJP-ക്കാരല്ല, മറ്റു പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഒരു വികാരമായിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ഒരാഴ്ച 10 ദിവസം കൂടെ നമ്മൾ ഫീൽഡിലുണ്ടായിരിക്കും. വളരെ നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതാണ് പ്രധാനമായിട്ടും എനിക്ക് ഉണ്ടായിരുന്ന ഇമ്പ്രഷൻ. ഞാൻ ഇന്ന് 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ബാക്കി കേരളത്തിലെ മണ്ഡലങ്ങളിൽ നാളെ തിരുവനന്തപുരത്തിന് പോകും. പിന്നെ അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ, പത്തനംതിട്ട, വയനാട്, കോഴിക്കോട് ഇവിടെയൊക്കെ പോകാനാണ് പ്ലാൻ. അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും.